പോകുന്ന ഈ നിമിഷത്തിൽ എന്താണ് തോന്നുന്നത്? 99% അദ്ദേഹത്തിന് അനുകൂലമായി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ആ കേസ് പഠിച്ചിട്ടുണ്ട്. കേസ് പഠിക്കുമ്പോൾ ശ്രീ ദിലീപിനെതിരെ കടുകമണിയോളം പോലും തെളിവില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് അനുകൂലമായിട്ട് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. അറിയില്ല, കോടതിയുടെ കാര്യമാണ്. ബഹുമാനപ്പെട്ട കോടതി എന്ത് വിധിയും നൽകട്ടെ. രണ്ടുപേർക്കും മേൽക്കോടതികളിലേക്ക് പോകാനുള്ള അവസരവും മറ്റും ഉണ്ട്. നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നോക്കിക്കാണാം. പക്ഷേ ശ്രീ ദിലീപ് നിരപരാധി എന്നാണ് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത്. 99% ശ്രീ ദിലീപിന് അനുകൂലമായ വിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അടുത്ത മാസം 8-ാം തീയതി ദിലീപിന് ശിക്ഷ കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ്? കോടതിയിൽ വന്നിരിക്കുന്ന എവിഡൻസസൊക്കെ എന്താണെന്നൊക്കെ ഏകദേശമൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടും. ഇത് 20 വർഷത്തെ ശിക്ഷ കിട്ടുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. കാരണം അതിനകത്ത് ഗൂഢാലോചന കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. 120B തെളിഞ്ഞിട്ടുണ്ട്. കാരണം ദിലീപിൻ്റെ ഡിഫൻസ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അത് എവിഡൻസിൽ വന്നിരിക്കുന്നത് ഇയാളുമായിട്ട് പൾസർ സുനിയായിട്ട് യാതൊരു പരിചയവുമില്ലെന്നാണ്. അതെന്തായാലും പ്രോസിക്യൂഷന് കൃത്യമായി 120 ഉണ്ടെന്നും അവർ തമ്മിൽ കണ്ടിട്ടുണ്ടെന്നും 7 സ്ഥലത്ത് വെച്ച് കണ്ടെന്നാണ് കോടതിയിൽ എവിഡൻസ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 4 സ്ഥലത്ത് കൃത്യമായി 2 പേരിൽ നിന്ന് സംസാരിക്കുന്നത്, 2 പേര് ആ സന്ദർഭത്തിൽ അത് അവരെ 2 പേരും വിറ്റ്നസ് ചെയ്തവരും കോടതി വന്ന് മൊഴി കൊടുത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 120B അതിൻ്റെ ഗൂഢാലോചന കൃത്യമായി പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് ബിജു പൗലോസിനും അതുപോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കും സാധിച്ചു, അജയകുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കോടതിക്ക് അത് തീർച്ചയായിട്ടും